ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർളം സൈനിധ്യ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പലർക്കും അറിയാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്, വളരെ പോപ്പുലറായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇത് ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി കൂടിയാണ്. ഈ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിലൂടെ നമുക്ക് നല്ല ട്രേഡ് എടുക്കാൻ കഴിയും. മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി നല്ല ട്രേഡ് എടുക്കാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അത് ഏകദേശം ഒരു ഹെഡ്, എൻ്റെ പേര് പോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ മെത്തേഡിലാണ് കാണുന്നത്. ഒരു ഹെഡ്, രണ്ട് ഷോൾഡർ, ഇത് രൂപപ്പെടും. ഈ ഒരു മെത്തേഡാണ് രൂപപ്പെടുന്നത്. അത് ഒരു വലിയ അപ് ട്രെൻഡിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു സ്ട്രാറ്റജി രൂപപ്പെടുന്നത്. അതിൻ്റെ അവസാനത്തോടു കൂടി എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അത് മുഴുവൻ കേട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു ട്രേഡ് സജഷനോ റെക്കമെൻഡേഷനോ അല്ല, സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് ഇതിനെക്കുറിച്ചുള്ള NSE അക്കാദമിയുടെ കുറേ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയത്, ചാർട്ട് പാറ്റേൺ സ്ട്രാറ്റജി, ഇങ്ങനെ ടെക്നിക്കൽ അനാലിസിസ്, ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോകാം. ഇത് മാർക്കറ്റിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ട്രേഡ് എടുക്കാൻ പറ്റിയ നല്ലൊരു ടൂളാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രൈസ് ആക്ഷൻ ഈസ് ദ കിങ്. ട്രെൻഡിങ് മാർക്കറ്റാണ് ഇത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനാവുക. മാർക്കറ്റ് അതിൻ്റെ താഴെ നിലയിൽ നിന്ന് യഥാർത്ഥ താഴെ നില ഏതാണെന്ന് നിശ്ചയിക്കാൻ പ്രയാസമാണ്. നമ്മളൊരു കുറച്ച് ദിവസത്തെ, ഏതാനും ദിവസത്തെയോ അതിനെ 1, 2, 3 ആഴ്ചകളുടെയോ ഒരു താഴ്ച കണക്കിലാക്കി എടുത്തുകൊണ്ട് അതിൽ നിന്ന് കയറി വരുന്ന ഒരു ഇത് നോക്കാം. അപ്പോൾ ഉയർച്ചയിലേക്ക് ഇങ്ങനെ കുതിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഒരു ലെവൽ കണ്ടെത്താനാവും. അപ്പോൾ അതിങ്ങനെ ഹയർ ലോ, വീണ്ടും ഹയർ ലോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ ഹയർ ലോ ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോൾ അതിൻ്റെ ലോ ലെവൽ കയറി വരിക എന്നുള്ളതാണ് അർത്ഥം. നമുക്കതൊരു ചാർട്ടിലൂടെ നമുക്ക് പരിശോധിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചാർട്ടിലൂടെ പരിശോധിക്കാം. ഈ ട്രെൻഡ് ലൈൻ അവസാനിക്കുമ്പോൾ ഒന്നുകിൽ കൺസോളിഡേഷൻ ആരംഭിക്കും. അതായത് ചെറിയ ചെറിയ ക്യാൻഡിലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിനെ ബോറിംഗ് ക്യാൻഡിൽ എന്ന് വിളിക്കുന്നു. മാർക്കറ്റ് ദിശ അറിയാതെ നിൽക്കുന്ന അവസ്ഥ, ഇൻഡിസിഷൻ സിറ്റുവേഷൻ. ബോറിംഗ് ക്യാൻഡിൽ സ്റ്റിക്ക് അതിൻ്റെ ബോഡി മൊത്തം ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡിയേക്കാൾ ഏകദേശം 50% താഴെയാണ് വലിപ്പമുണ്ടാകുക. ബാക്കി രണ്ട് സൈഡിലും വിക്സാണ് ഉണ്ടായിരിക്കുക. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് സാധാരണയായി വലുപ്പത്തിൽ ചെറുതാണ്. ഈ ക്യാൻഡിൽ സ്റ്റിക്സ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് തമ്മിലുള്ള പ്രൈസ് റേഞ്ച് താരതമ്യേന ചെറുതാണെന്നും പ്രസ്തുത കാലയളവിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നില്ല എന്നും സൂചിപ്പിക്കുന്നു. കൺസോളിഡേഷൻ ക്യാൻഡിൽസ് താരതമ്യേന ചെറുതും ഒരു ക്യാൻഡിൽ മറ്റൊന്നിൻ്റെ ഉയർച്ചയേക്കാൾ കുറഞ്ഞു വരുന്നതും കാണാം. ഇങ്ങനെ രണ്ട് വശങ്ങളും ചുരുങ്ങി ചെറിയതും ദുർബലതുമായതുമായ ക്യാൻഡിലുകൾ രൂപപ്പെടുന്നു. ഈ കൺസോളിഡേഷൻ്റെ ഒടുവിൽ ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം. അത് മുകളിലേക്കാവാം അല്ലെങ്കിൽ താഴോട്ടാവാം. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജി അത് എന്തായാലും താഴോട്ടാണ് വരിക. ഷോർട്ട് സെല്ലാണ് ചെയ്യേണ്ടത്. കാരണം അതൊരു അപ്പർ ലെവലിൽ പോയിട്ട് പിന്നീടാണ് ഈ ഹെഡ് ആൻഡ് സ്ട്രാറ്റജി രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് താഴോട്ടുള്ള ഒരു ഷോർട്ട് സെല്ലിന് പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. ഷോർട്ട് സെല്ല് നമുക്ക് ഇൻട്രാഡേ വെച്ചിട്ട് ഒരു സ്റ്റോക്കിൻ്റെയോ അതല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവിൻ്റെ നമുക്ക് എടുക്കാം. രണ്ടും ആവാം, ഇൻട്രാഡേ ആവാം. അതല്ല നമുക്ക് ഒരു പൊസിഷനിലെടുക്കാം. ഒരു 1 വീക്ക് 2 വീക്ക് ഇവൺ ഒരു മാസം വരെയൊക്കെ എടുക്കാം. അതിൻ്റെ മാർക്കറ്റിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഇത് കൂടാതെ ഇതിനൊപ്പം നമുക്ക് മറ്റ് ഇൻഡിക്കേറ്ററുകളും കൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഈ മെത്തേഡുകൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ ഈ ചാർട്ടൊക്കെ വരച്ച് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു പുരോഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് RSI, MACD, സ്റ്റോക്കാറ്റിക്സ് തുടങ്ങിയ ഇൻഡിക്കേറ്ററുകളിൽ ഏതെങ്കിലും, ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ ഏറെക്കുറെ ഈ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് RSI, സ്റ്റോക്കാറ്റിക്കും ഒക്കെ. മാക്ഡി ഏറെക്കുറെ അങ്ങനെ തന്നെ. മാക്ഡി ഫുള്ളായിട്ടും അങ്ങനെ അല്ല, കുറച്ച് ഡിലേ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്താം. പരമാവധി 2 ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കൂടുതലാകുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഈ സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ കുറഞ്ഞ 1, 2 മാത്രം ക്ലബ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ വോളിയം ആഡ് ചെയ്യുന്നത് വളരെ ഗുണകരമാവും. വോളിയം ഒരു പ്രധാന ഘടകമാണ്. മാർക്കറ്റിലുണ്ടാക്കുന്ന വ്യതിയാനത്തിൽ വോളിയത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ അസറ്റിൻ്റെ വില കൂടുമ്പോൾ അതിനോടൊപ്പം വലിയ തോതിൽ വോളിയം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ആളുകൾ കൂടുതലായി വാങ്ങുന്നുണ്ടെന്ന് അനുമാനിക്കാം. അതായത് നമ്മൾ പ്രൈസ് കൂടുന്നുണ്ട്. ഒരു അസറ്റിൻ്റെ, ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ, ഒരു അസറ്റിൻ്റെ
പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിങ്ങനെ ഉയർന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ വോളിയം ഉയർന്നു പോകുന്നുണ്ട്, നല്ല നിലയിൽ വോളിയം ഉയർന്നു പോകുന്നുണ്ട് വെച്ചാൽ അതിനർത്ഥം അത് ആളുകൾ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളതാണ്. മറിച്ച് വോളിയം വർദ്ധിക്കാതെ പോകുമ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വോളിയം വർദ്ധിക്കാതെ വില മാത്രം വർദ്ധിക്കുമ്പോൾ അത് ഫേക്ക് ആകാനും സാധ്യതയുണ്ട്. കാരണം അത് ചിലപ്പോൾ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ വരാം. അത്തരത്തിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. കാരണം അത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, ട്രേഡേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവരിങ്ങനെ അത് പ്രൈസ് കയറ്റി കൊണ്ടുപോകും. അതിനുള്ള ചില ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതോടൊപ്പം അതുകൊണ്ടാണ് ഈ വോളിയം ക്ലബ് ചെയ്യണമെന്ന് പറയുന്നത്. വോളിയം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം അതിനോടൊപ്പം വളരേണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യഥാർത്ഥത്തിൽ ആ സ്റ്റോക്കിൻ്റെ മുകളിൽ വളർച്ച ഉണ്ടാകുന്നെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയ കമ്പനികൾക്ക് അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. വലിയ കമ്പനികൾ, ഉദാഹരണത്തിന് നമ്മുടെ ലാർജ് ക്യാപ്പ് കമ്പനികൾ, ലാർജ് ക്യാപ്പ് TCS, പിന്നെ അതുപോലെ ഇൻഫോസിസ്, പിന്നെ അതുപോലെ തന്നെ വലിയ കമ്പനികളൊക്കെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ വലിയ കമ്പനികൾക്ക് അങ്ങനെ മാനിപ്പുലേറ്റ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇതൊന്നും അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൻ്റേതായ വലിയ തോതിലുള്ള വോളിയം ചെയ്യേണ്ടതായിട്ട് വരും. അതങ്ങനെ പർപ്പസിലി വല്ല FII, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ്, അവരൊക്കെ കൂടി ഒത്തൊരുമിച്ച് ചെയ്താൽ മാത്രം ചിലപ്പോൾ പറ്റിയെന്ന് വരും. പക്ഷേ അതങ്ങനെ സാധാരണ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ സ്റ്റോക്കുകളിൽ ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രാറ്റജി, അതിൻ്റെ പേര് പോലെ തന്നെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഹെഡ്, 2 ഷോൾഡർ എന്നിവയാണ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ല. ഒരു വലിയ അപ് ട്രെൻഡിന് ശേഷമാണ് ഇത് രൂപപ്പെടുന്നത്. രണ്ടാമത്തെ ഷോൾഡർ അവസാനിക്കുന്നിടത്ത് സ്റ്റോക്ക് ശക്തമായി ഇടിയാൻ തുടങ്ങും. അത് നമുക്ക് ഒരു ചാർട്ടിലൂടെ പരിശോധിക്കാൻ കഴിയും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് ആണ് നമ്മളിതിൽ കാണുന്നത്. അതിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് വഴിക്ക് കയറി പോകണത് നിങ്ങൾക്ക് ഇതിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതിലൂടെ തന്നെ പിന്നെ വീണ്ടും ഉയർന്ന് ഇങ്ങനെ പോയിട്ട് അതിൻ്റെ അവസാനിക്കുന്നിടത്ത് അതിൻ്റെ ഒരു ഹൈ അതുപോലെ ഹയ്യർ ലോ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സിംഗ് ലെവൽ അതിങ്ങനെ ഉയർന്ന് പോകുന്നത് കാണാം നമുക്കത്. അതൊരിക്കലും താഴോട്ട് വരുന്നുണ്ട്, അതിൻ്റെ ലോ ഉയർന്നാണ് പോകുന്നത്. നമുക്കിതിലൂടെ ചാർട്ടിലൂടെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അത് നിർത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചാർട്ട് പരിശോധിക്കാം. അപ്പോൾ അതങ്ങനെ പോയിട്ട് കുറേ സിംഗ് പോലെ ഹയർ ലോ ഉണ്ടാക്കി പോകുന്നത് നമുക്കിതിൽ കാണാൻ പറ്റും. അങ്ങനെ വന്നിട്ട് ഒരു ഷോൾഡർ പോലെ ഇത് ക്രിയേറ്റ് ചെയ്ത ഒരു നെക്ക് ലൈൻ അതിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ആ നെക്ക് ലൈൻ്റെ ലെവല് കഴിയുമ്പോൾ വീണ്ടും അത് ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ട്. ആ നേരത്തെ ഉണ്ടാക്കിയ ഷോൾഡറിനേക്കാളും കുറച്ചുകൂടി ഹൈയിലേക്ക് പോയിട്ട് ഒരു ഹെഡിൻ്റെ മെത്തേഡ് വന്നു. പിന്നെ രണ്ടാമത് വരുന്നത് വീണ്ടും അത് ലോവർ ഹൈ ആണ് സൃഷ്ടിച്ചിട്ട് വീണ്ടും അടുത്ത റൈറ്റ് ഷോൾഡറിൻ്റെ മോഡലിൽ ഒരു ഷോൾഡർ വീണ്ടും ഉണ്ടാക്കി. ആ ഷോൾഡറിൻ്റെ ലെവലിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ നിന്ന് ഇതിൻ്റെ വീണ്ടും താഴോട്ട് വരാനുള്ള ഒരു പ്രവണത നമുക്കിതിൽ കാണിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ നെക്ക് കഴിയുമ്പോൾ അവിടെ നിന്നാണ് ഈ കൺസോളിഡേഷൻ തുടങ്ങുക. ചെറിയ ക്യാൻഡിലുകൾ വന്നു തുടങ്ങും. ഒരു കൺസോളിഡേഷൻ ക്യാൻഡിൽസ് വന്നു തുടങ്ങും. ഒരു ഇൻഡിസിഷൻസ് ക്യാൻഡിൽസ് വന്നു തുടങ്ങും. ഈ ക്യാൻഡിൽസിനൊക്കെ തന്നെ ആദ്യം ഉണ്ടാക്കിയ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, ഒരു ഓപ്പണിങ്ങിൻ്റെ ഹൈനേക്കാൾ കുറച്ച് താഴെയായിട്ടായിരിക്കും അത് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ ചെറുതായി വന്നിട്ട് ഒരു ഇൻഡിസിഷൻ മോഡിലേക്ക് പോവുകയും പിന്നെ പെട്ടെന്നൊരു ബ്രേക്കൗട്ട്, അതായത് താഴോട്ട് ഇടിയാൻ തുടങ്ങുകയും ചെയ്യും. കമ്പനിയുടെ അത് ഇടിയാൻ തുടങ്ങും. അതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുമ്പോൾ അതൊരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. അത് വളരെ താഴെ കിടക്കുന്ന ഒരു സ്റ്റോക്ക്, അതല്ലെങ്കിൽ ഒരു അസറ്റ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്, ഇതെല്ലാത്തിനും ഓപ്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ സ്റ്റോക്കുകൾക്കൊക്കെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ താഴ്ന്ന് മുകളിലേക്ക് പോയിട്ട് ഒരു ലെവലിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് താഴോട്ട് വരണമല്ലോ. അതിന് കാണിക്കുന്ന ചില മെത്തേഡുകളാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പോലെയുള്ള കാര്യങ്ങൾ. അതിന് കാണിക്കുന്ന ഒരു മെത്തേഡാണത്. ആ ഒരു മെത്തേഡിൽ അതിൻ്റെ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് താഴോട്ട് ഇടിയാൻ തുടങ്ങും. ആ ഇടിയുന്ന ഒരു പോയിന്റിൽ അതിൽ വ്യക്തമായിട്ട് അതിൻ്റെ ഇടിയുന്ന പോയിന്റും അതിൻ്റെ ടാർഗറ്റും അതുപോലെ തന്നെ നമ്മൾ ബൈ എടുക്കേണ്ട ഒരു ലെവലും ടാർഗറ്റും അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ലെവൽ വെച്ചിട്ട് ഒരു ബൈ എടുത്തിട്ട് ഒരു ഷോർട്ട് എടുക്കുക, അതായത് ഒരു സെല്ലെടുത്തിട്ട് ഒന്നുകിൽ ഇൻട്രാഡേ സെല്ല് ചെയ്യുക, അതല്ല ഓപ്ഷൻ സെല്ല് ചെയ്യുക. ഈ സെല്ലെടുത്തതിൻ്റെ ശേഷം നമുക്കത് പൊസിഷനിൽ സെല്ല് ചെയ്യാൻ പറ്റില്ല. ഇത് ഇൻട്രാഡേ സെല്ല് ചെയ്യണം, അതല്ലേ ഓപ്ഷൻ സെല്ല് ചെയ്യണം. അങ്ങനെ സെല്ല് ചെയ്തിട്ട്
ആ സെല്ല് പിന്നീട് നമ്മൾ കുറേ കൂടി താഴോട്ട് വരുമ്പോൾ ഒരു പെർസെൻറ്റ് വെച്ചാൽ ഒരു 5%, 6%, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഏകദേശം ഒരു ലൈന് കാണിക്കുന്നുണ്ട്, ആ കയറിപ്പോയ ലൈന്. ആ ലൈനിൻ്റെ അവിടെ എത്തുമ്പോൾ ഇത്തിരി മുന്നായിട്ട് അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലിട്ട് വയ്ക്കും വേണം. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. ഇതിനെ പോലെ തന്നെ ഇതിൻ്റെ നേരെ എതിർ ദിശയിലുള്ള ഒരെണ്ണം കൂടിയുണ്ട്. ഇതാണ് ഈ പറയുന്നതാണ് ഇപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രാറ്റജിയുടെ നേരെ വിപരീതമാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത്. അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ മറിച്ചിട്ട പോലെയാണ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു താഴോട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിൻ്റെ നേരെ ഇതിൻ്റെ വിപരീതം. ഡൗൺ ട്രെൻഡിൻ്റെ താഴെ ലെവലിലെത്തുമ്പോൾ ഒരു ഏകദേശം താഴെ ലെവലിലെത്തുമ്പോൾ നമുക്ക് കാണാം അത് തിരിച്ച് കയറി വന്നിരുന്നത് കാണാം. അപ്പോൾ നമുക്കതൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ലാസ്റ്റ് ഷോൾഡർ അവസാനിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഡിസിഷൻ കാൻഡിൽ, അതുപോലെ തന്നെ ബോറിംഗ് കാൻഡിൽ, പല കാൻഡിലുകൾ അതിനകത്ത് വരും. ഈ കൺസോൾട്ടേഷൻ കാൻഡിലാണ് കൂടുതൽ വരിക സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ കാൻഡിലിൻ്റെ അവസാനിക്കുന്നതിനടുത്ത് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടും. ആ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ അത് മുകളിലേക്ക് കയറി പോവുകയാണ്. ഇതൊരു റിവേഴ്സൽ ഇതാണ്, ഒരു പാറ്റേൺ ആണത്, ഒരു റിവേഴ്സൽ സ്ട്രാറ്റജിയാണത്. ട്രെൻഡ് റിവേഴ്സലാണ് ഇതിൽ നടക്കുന്നത്. അതിപ്പോൾ മുകളിലോട്ടുള്ളതാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയും. അതല്ലാതെ തന്നെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയും. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ താഴോട്ട് വന്നിട്ട് ആ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഉണ്ടാക്കി പിന്നീട് മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിൽ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ഇതിന് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇൻബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മറുപടി ഇടാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് ഉള്ളത് അപ് ട്രെൻഡ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് സൃഷ്ടിച്ചിട്ട് താഴോട്ട് വരും. ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ടെക്നിക്കുകൾ കണ്ടെത്താൻ ഇത് അധികം വരാറില്ല. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും വന്നാൽ അതിന് നല്ല റിസൾട്ടുള്ളതാണ്. അത് കണ്ടെത്താൻ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏത് ടൈം ഫ്രെയിമിലും ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. 1 hour ആയാലും 15 minutes ആയാലും 1 day ആയാലും 1 week ആയാലും എല്ലാത്തിലും ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് കണ്ടെത്താനും വർക്കൗട്ട് ചെയ്യാനും പറ്റും. ഇത് നമ്മൾ നിങ്ങളെ കുറച്ച് ഒരു ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 1 day ഒക്കെ ആയിരിക്കും നല്ലത്. ഈ 1 day നമ്മൾ ക്യാൻഡിൽ എടുക്കുന്നുണ്ടെങ്കിലും ഈ 1 hour കൂടി നമുക്ക് നോക്കാവുന്നതാണ്. ചിലർ 2 hour ഒക്കെ നോക്കും. പിന്നെ വളരെ ചുരുങ്ങിയ ടൈമിന് ചെയ്യുന്ന ആൾക്കാർ, ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് 5 minute, 15 minute ഒക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ ടൈം ഫ്രെയിമാണ് നല്ലത്. ഇതിലൂടെ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ഈ ലിവറേജ് എടുത്തിട്ട് നമ്മൾ ഓപ്ഷനോ അതല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാം. ഉദാഹരണത്തിന് ABB അല്ലെങ്കിൽ HDFC ഇങ്ങനെ വളർന്നു പോകുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ട്രെൻഡ് റിവേഴ്സിൽ വന്നു, അതായത് താഴോട്ട് വന്നൊരു സ്റ്റോക്ക്, അതായത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നു. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നിട്ട് അത് തിരിച്ചു പോലും, അവിടെ നമ്മൾ ബൈ ആണ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ ബൈ ചെയ്യുന്നത്. അപ്പം ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൊസിഷൻ എടുക്കാം. പൊസിഷൻ എടുത്തിട്ട് നല്ല ഷെയറുകൾ നോക്കി പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് HDFC, ABB, കുറേ നല്ല കമ്പനികളുണ്ട്. ഈ ഏതെങ്കിലും നല്ല കമ്പനികളിൽ, സ്ഥിരതയുള്ള കമ്പനികളിൽ നമ്മൾ ഇപ്പോൾ അതുപോലെ തന്നെ ഈ CNT, പെർസിസ്റ്റൻ്റ് സിസ്റ്റം, ഇങ്ങനെ കുറേ നല്ല കമ്പനികളുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും നല്ല കമ്പനി, അല്ലെങ്കിൽ ഈ Nifty 50 നോക്കിയിട്ട് എടുത്താലും മതി. Nifty 50 അല്ലെങ്കിൽ Nifty 50 നെക്സ്റ്റ് ഉണ്ട്, അതിലുള്ളതാണ് ABB. അതുപോലെ തന്നെ ഈ കുറേ നല്ല ബാങ്കുകളുണ്ട്, ബാങ്ക് ഓഫ് ബറോഡ, ഇങ്ങനെ. അപ്പോൾ അതിലുള്ളത് നോക്കിയിട്ട് നമുക്ക് ബൈ ചെയ്തിട്ട് നമ്മൾ പൊസിഷൻ എടുത്തിട്ടാലും ലോങ് ടൈമിൽ എടുത്തിട്ടാലും നമുക്ക് ലാഭം കിട്ടും. ഒരു 5-6% ലാഭം കിട്ടുമ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റും. അതിന് സ്ട്രാറ്റജി വളരെ ഉപകാരപ്പെടും. അത് ഇൻവേഴ്സ് സ്ട്രാറ്റജിയാണ് കേട്ടോ. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ സ്ട്രാറ്റജിയിലൂടെ തന്നെ ബൈ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെൽ ചെയ്യുന്നത് ആണെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യാനുള്ളത് നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ഈ 2 മെത്തേഡാണുള്ളത്. ഇത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് നമുക്കിത് എത്തിച്ചു കൊടുക്കണം. നമുക്ക് കുറേ കൂടി റീച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്, കുറേ കൂടി ഫോളോവേഴ്സ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. ഇതൊരു ഒരു അവയർനെസ്, എന്താ പറയുന്നത്, നമ്മളൊരു ഈ സാമ്പത്തിക സാക്ഷരത യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. എല്ലാവരും ജസ്റ്റ് കണ്ടാൽ പോരാ, എല്ലാവർക്കും ഷെയർ ചെയ്യണം. സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം. ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. കൂടുതൽ ലൈക്ക് ചെയ്യണം.
ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ള. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ, ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ. പിന്നെ മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ പുസ്തകമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അത് ഒലീവിൻ്റെ സെർച്ച് ചെയ്താൽ കിട്ടും. ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ എന്നാണ് അതിൻ്റെ പേര്. അത് ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ ഇല്ല, ദി ഷെയർ മാർക്കറ്റ്, അതായത് ഷെയർ മാർക്കറ്റിലൂടെ നേട്ടം ഉണ്ടാക്കാൻ. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, ബുക്ക് ഷോപ്പുകളിലൊക്കെ ഉണ്ട്, ഒലിവിൻ്റെ ഷോപ്പുകളിലൊക്കെ കിട്ടും. അത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.